എണ്ണമില്ല പാപം എന്നിൽ നിന്നു നീക്കാൻ എന്നിൽ കനിഞ്ഞ നാമം. എണ്ണമില്ല പാപം എന്നിൽ നിന്നു നീക്കാൻ എന്നിൽ കനിഞ്ഞ നാമം. അന്യനെന്ന മേലെടുത്ത് എന്നേക്കുമായി മായ്ച്ചു തന്ന ഉന്നതന്റെ വന്യനാമം. അന്യനെന്ന മേലെടുത്ത് എന്നേക്കുമായി മായ്ച്ചു തന്ന ഉന്നതന്റെ വന്യനാമം. ദൈവതിരുനാമം ഇന്ന് പകൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീത സമയത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു. ഒരു പുതിയ വർഷം നമ്മെ വരവേൽക്കുവാൻ ദൈവം അനുവദിക്കുന്നുവെങ്കിൽ ചില ദിനങ്ങൾ മാത്രമാണ് നമ്മുടെ മുൻപിലുള്ളത്. ആയുസ്, ആരോഗ്യം ദൈവം നൽകി പ്രത്യാശയോടുകൂടി കർത്താവിനോട് ചേർന്ന് ജീവിപ്പാൻ കർത്താവ് കൃപ നൽകുന്നു. കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങി ജീവിപ്പാൻ നമ്മെ ഓരോരുത്തരെയും സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ. തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ പെട്ടെന്ന് കൊണ്ടുവരാം. 119:50 വാക്യം, നിന്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് എൻ്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാകുന്നു. അപ്പോൾ ദൈവവചനം കഷ്ടതയിൽ നമുക്ക് ആശ്വാസമാകും എന്ന് തിരുവചനം നമ്മോട് വിളിച്ചു പറയുകയാണ്. ഇതിനോട് ചേർത്ത് എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം ഒന്ന് ചേർത്ത് വായിച്ചേ. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായുധത്തിലുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെ സന്ധിമജ്ജകളെയും വേർപിടിക്കുന്നവരെ തുളച്ചു തരുന്നു. ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത പരിശുദ്ധ ആത്മാവ് അവിടെ വെളിപ്പെടുത്തുകയാണ്. ദൈവത്തിന്റെ വചനം എന്താണ്? ജീവനുള്ളതാണ്, ചൈതന്യമുള്ളതാണ്. ഞാനിവിടെ കൂടെ പറയുന്ന ഒരു തിരുവചന ഭാഗമാണ് ആ തിരുവചന ഭാഗം. യോഹന്നാന്റെ സുവിശേഷം 14:27 കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കാം. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിച്ചു പോകുന്നു. സ്തോത്രം. കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് തരുന്നത് എന്റെ സമാധാനമാണ്. നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിച്ചു, ദൈവത്തിന്റെ വചനം എന്താണ്? ജീവനുള്ളതാണ്. അപ്പോൾ വചനം, നീ യഥാർത്ഥമായ വചനവുമായി ബന്ധമുണ്ടെങ്കിൽ ഒരു പ്രയാസഘട്ടം വരുമ്പോൾ ആ ജീവനുള്ള വചനം നിനക്ക് തുണയായി നിൽക്കുവാനിടയാകും. സ്തോത്രം. ഹല്ലേലൂയ. ആ വചനത്തിന്റെ സാന്നിധ്യം നിന്റെ ഹൃദയത്തിനകത്ത് സമാധാനം നഷ്ടപ്പെടുത്തുവാൻ ശത്രുവായവൻ പദ്ധതിയൊരുക്കുമ്പോൾ സമാധാനം നൽകി നിന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു വചനത്തിന്റെ സാന്നിധ്യം നിന്റെ ഹൃദയത്തിനകത്ത് നൽകി നിന്നെ ബലപ്പെടുത്തുന്ന, ധൈര്യപ്പെടുത്തുന്ന, ആശ്വസിപ്പിക്കുന്ന, ഭയപ്പെടേണ്ടെന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് ദൈവം നിന്നെ കരം പിടിച്ച് നടത്തും എന്ന് മാറ്റമില്ലാത്ത വചനം വിളിച്ചു പറയുകയോ. അതുകൊണ്ടാണ് കോരക് പുത്രന്മാർ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. ഹല്ലേലൂയ. സുഖകരമായി സുഖിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലല്ല ഭക്തന്മാർ പറയുന്നത്. അവരുടെ മാതാപിതാക്കൾ അവരിൽ നിന്ന് അന്യപ്പെട്ടു പോയി. അവർ ചെയ്തതായ ഒരു പാതകത്തിന്റെ പേരിൽ ഭൂമി അവരെ വായ്പിളർന്ന് വിഴുങ്ങുവാൻ ഇടയായി. സ്തോത്രം. അവർ അതിന്റെ മധ്യത്തിൽ നിന്ന് ഭാഗ്യവശാൽ രക്ഷപ്പെട്ടവരാണ്.
ഹല്ലേലൂയ. അതുകൊണ്ട് അവർ പറയുകയാണ്, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 46 സങ്കീർത്തനത്തിന്റെ 1 വാക്യം ഒന്ന് ചേർത്ത് വായിച്ചേ. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കും. അവിടെ അവർ ഉപയോഗിച്ച പദം എന്താണെന്ന് ശ്രദ്ധിച്ച്. ദൈവം നമ്മുടെ സങ്കേതവും ബലവും. നമ്മുടെ എന്ന് പറയുമ്പോൾ ബഹുവചനമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനകത്ത് വേണമെങ്കിൽ നമുക്ക് കയറി നിൽക്കാം. കയറി നിൽക്കാൻ പറ്റില്ലേ? നമ്മുടെ എന്ന് പറയുമ്പോൾ ബഹുവചനമാണ്. ആ വചനത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ കയറിയാൽ മതി, വലിച്ചു കയറ്റാനൊന്നും പറ്റില്ല. സ്തോത്രം. എന്താ എന്നിട്ട് പറയുകയാണ്, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. എങ്ങനെ? തുണയായിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. എന്തുകൊണ്ട്? യെസ്, പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഇത് ഞാൻ എഴുതിക്കൊണ്ടുവന്ന വചനമല്ല. ഇത് മാറ്റമില്ലാത്ത വചനത്തിന്റെ ശക്തിയും മഹത്വവും അനുഭവിച്ച, ഭാഗ്യവശാൽ മാതാപിതാക്കൾ പട്ടുപോയ ഇടത്ത് നിന്ന് അഭയത്തിനായി ഓടിച്ചത് അഭയം പ്രാപിച്ച കോരഹിന്റെ പുത്രന്മാർ പറയുകയാണ്, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാണ്. ആ സങ്കേത നഗരത്തിലേക്ക് നിനക്കും കയറി നിൽക്കാം. പ്രതികൂലങ്ങൾ നിന്നെ വിഴുങ്ങിക്കളയും എന്ന്, പ്രതികൂലങ്ങൾ നിന്നെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റിക്കളയും എന്ന്, ഹല്ലേലൂയ, വായ്പിളർന്ന് നിന്നെ വിഴുങ്ങിക്കളയും എന്ന് ശത്രുവായവൻ വാദിക്കുമ്പോൾ ഇന്ന് പകലിൽ ദൈവാത്മാവ് പറയുക, ഇല്ല കുഞ്ഞേ, നീ ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിയാണോ? ദൈവം നിനക്ക് സങ്കേതകനായുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഏറ്റവും അടുത്ത തുണയായി അവനുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിങ്ങള് ഈ വചനത്തോട് ചേർന്ന് കോരഹിന്റെ ജീവിതത്തിൽ സംഭവിച്ചതൊന്ന് ശ്രദ്ധിക്കണം. മോശയ്ക്ക് ദൈവത്തിന് എതിരായി മത്സരം നടത്തിയപ്പോൾ ദൈവം പറഞ്ഞതായ വാക്ക് മോശ ഉരുവിട്ടു. കോരഹിന്റെയും ദാഥാൻ, അബീരാം എന്നവരുടെയും കൂടാരങ്ങളിൽ നിന്ന് ജനത്തോട് മാറുവാൻ പറഞ്ഞു. മോശ പറഞ്ഞു, ഒരു അപൂർവ കാര്യം സംഭവിക്കും. സാധാരണ മനുഷ്യർ മരിക്കുന്നത് പോലെ ഇവർ മരിക്കില്ല. സ്തോത്രം. പറഞ്ഞു തീരുന്നതിന് മുൻപ്, ഹല്ലേലൂയ, ഇവരുടെ കൂടാരങ്ങൾ ഇരുന്ന ഇടത്ത് നിന്ന് ഭൂമി അങ്ങ് മാറി. ജീവനോടെ ആ കുടുംബങ്ങൾ, ഹല്ലേലൂയ, പാതാളത്തിലേക്ക് പോകുന്നത് ഇസ്രായേൽ ജനം കണ്ടു. നിലവിളിക്കുന്ന ശബ്ദം അവർ കേട്ടു. പക്ഷെ കോരഹിന്റെ പുത്രന്മാർ അത് കണ്ടില്ല. തിരികെ വന്നപ്പോൾ കൂടാരം ഇരുന്ന സ്ഥലം പ്ലെയിനായി കിടക്കുകയാ. അങ്ങനെ ഒരു കൂടാരം ഉണ്ടായിരുന്നു എന്നുള്ള ഒരടയാളവും അവിടെയില്ല. ഹല്ലേലൂയ. കോരഹിന്റെ പുത്രന്മാർക്ക് മനസ്സിലായി, ഹല്ലേലൂയ, ഭൂമി അവരെ വായ്പിളർന്ന്, ഹല്ലേലൂയ, വിഴുങ്ങിക്കളഞ്ഞു എന്ന്. അവർ പറയുകയാണ്, ദൈവം എന്റെ സങ്കേതമാണ്. ഹല്ലേലൂയ. വ്യക്തിപരമായവൻ പറഞ്ഞതാണ്, എന്റെ സങ്കേതമാണ്. എന്നാൽ വചനത്തിൽ എഴുതിയപ്പോ ദൈവം നമ്മുടെ സങ്കേത
സങ്കേതമാണെന്ന് പറഞ്ഞിരിക്കുകയാ. ഇന്ന് പകലിനെ കേൾക്കുന്ന ദൈവമേ, നിനക്കും അതിനകത്ത് കയറി നിൽക്കാം. അവസരമുണ്ട്. കയറി നിന്നാൽ ആ ദൈവ സാന്നിധ്യം നിനക്ക് അനുഭവിക്കാം. സ്തോത്രം. പ്രതികൂലം ഉണ്ടാകില്ലെന്നല്ല, പ്രതികൂലമുണ്ടാകുമ്പോൾ അതിന്റെ മധ്യത്തിൽ ഒരു സംരക്ഷണം തീർക്കുന്ന, ഒരു സംരക്ഷണ വലയം തീർക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഒരു ദൈവ പൈതലിന് ഉണ്ട് എന്ന് ഇന്ന് പകൽ ദൈവാത്മാവ് വിളിച്ചു പറയുകയാ. ഹല്ലേലൂയ. അതുകൊണ്ട് ഭൂമി മാറട്ടെ, പർവ്വതം കുലുങ്ങട്ടെ, അതിലെ വെള്ളം ഇരക്കട്ടെ, കലങ്ങി മറയട്ടെ, കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും അവിടെയും ബഹുവചനമാ ഉപയോഗിച്ചിരിക്കുന്നേ. അവിടെയും ബഹുവചനമാ. അതിനകത്ത് നമുക്ക് കയറി നിൽക്കാം. പ്രതികൂലങ്ങൾ വരില്ലെന്നല്ല പറയുന്നേ, വരും. എന്നാൽ അതിന്റെ മധ്യത്തിൽ നിനക്ക് എന്തുണ്ട്? നമ്മുടെ സങ്കേതവും ബലവും. അപ്പൊ ഒരു സങ്കേത നഗരമുണ്ട് അഭയത്തിന്. ആ സങ്കേത നഗരത്തിൽ നിനക്ക് എന്ത് ചെയ്യാം? ദൈവപാദപീഠത്തിൽ അഭയം പ്രാപിക്കാം. അഭയം പ്രാപിക്കാം. സ്തോത്രം. ആ വചനത്തിൽ നിനക്ക് അഭയം പ്രാപിക്കാം. ആ ദൈവ സാന്നിധ്യത്തിന്റെ മറവിൽ നിനക്ക് അഭയം പ്രാപിക്കാം. ഹല്ലേലൂയ. നാഥൻ പറഞ്ഞു, മക്കളെ, ഞാൻ എന്റെ സമാധാനമാണ് നിങ്ങൾക്ക് തരുന്നത്, അത് ഈ ലോകം തരുന്നത് പോലെ അല്ലെന്നേ. ഹല്ലേലൂയ. ആ സമാധാനത്തിലേക്ക് കയറി നിന്ന് ഒരു അനുഗ്രഹീത ക്രിസ്തീയ ജീവിതം നയിപ്പാൻ കഴിയും എന്ന് ഈ സങ്കീർത്തനത്തിലൂടെ ദൈവാത്മാവ് നമ്മെ ഓർപ്പിക്കുകയാണ്. അപ്രകാരം ദൈവിക ബന്ധത്തിന് ഒരു വ്യക്തി ഉടമയായി മാറിയാൽ, തിരുവചനം പറയുന്നു, ഹല്ലേലൂയ, ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ, ഹല്ലേലൂയ, നിന്റെ ചട്ടങ്ങൾ എൻ്റെ കീർത്തനമാണ്. സ്തോത്രം. നാം പാർക്കുന്ന ഇടത്ത് ദൈവ സാന്നിധ്യം വസിക്കണമെങ്കിൽ നിരന്തരം ദൈവിക ബന്ധത്തിനുടമയായി നമ്മൾ മാറണം. നമ്മുടെ യാതൊരു അരുതാത്ത വാക്കുകൾക്ക് നമ്മൾ ഉപയോഗിക്കരുത്. സ്തോത്രം. ദേഷ്യം വരുമ്പോൾ അനേകർ ശാപവാക്കുകൾ ഉരുവിടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരിക്കലും നീ നേരെയാകില്ലടാ എന്ന് തലമുറകളോട് പറയുന്നത് കേട്ടിട്ടുണ്ട്. സ്തോത്രം. അങ്ങനെ ഒരിക്കലും ഒരു ദൈവ പൈതൽ പറയരുത്. സ്തോത്രം. എന്തുകൊണ്ടാണ്? ജീവനും മരണവും നാവിന്റെ അധികാരത്തിലാണ്. അതിനെ ഇഷ്ടപ്പെടുന്നവൻ അതിന്റെ ഫലം എന്ത് ചെയ്യും? സദൃശ പുസ്തകം 18-ാം അധ്യായത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് വളരെ കൃത്യതയോടുകൂടെ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാൻ കഴിയും. വായുടെ ഫലത്താൽ മനുഷ്യന്റെ ഉദരം നിറയും, അതിനങ്ങളുടെ വിളവ് കൊണ്ട് അവൻ തൃപ്തി വരും. മരണവും ജീവനും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു, അതിന് ഇഷ്ടപ്പെടുന്നവർ അതിന് ഫലം കൊടുക്കും. പറയുന്നത് കേൾക്കുന്നുണ്ടോ? മാറ്റമില്ലാത്ത വചനം പറയുകയാണ്. വായുടെ ഫലത്താൽ മനുഷ്യന്റെ ഉദരം നിറയും, അധരങ്ങളുടെ വിളവ് കൊണ്ട് അവന് തൃപ്തി വരും. മരണവും ജീവനും സ്തോത്രം. യഥാർത്ഥത്തിൽ അധരത്തിൽ നിന്ന് പുറത്തു വരുന്നത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. ഇന്ന് പകൽ നാം ആരുമായുള്ള ബന്ധത്തിലാണ്? യഥാർത്ഥമായി ദൈവിക ബന്ധത്തിന് ഉടമയാണോ? എങ്കിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിച്ചേ മതിയാകൂ. ഈ ദൈവവുമായി ബന്ധം പുലർത്തണമെങ്കിൽ അശുദ്ധി മാറിയേ മതിയാകൂ. അത് മാറ്റേണ്ടതിന് നമ്മൾ എന്ത് ചെയ്യണം?
മാറ്റണം. സ്തോത്രം. ഈ ഭൂമിയിൽ ദോഷവാക്കുകൾ പറയുന്നത് കേട്ട് പ്രസാദിക്കുന്ന ദൈവങ്ങളുണ്ട്. രക്തദാഹികളായ ദൈവങ്ങളുണ്ട്. എന്നാൽ നാം സേവിക്കുന്ന ദൈവം രക്തദാഹിയല്ല, വിശുദ്ധനാണ്. മറിച്ച് നമുക്ക് വേണ്ടി രക്തം തന്നവനാണ്. സ്തോത്രം. രക്തം നമ്മിൽ നിന്ന് ചോദിക്കുന്നവനല്ല, നമുക്ക് വേണ്ടി, നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി സ്വന്തം രക്തത്തെ ഗദസമന തോട്ടം മുതൽ കാൽവരി കുലക്കളം വരെ ഒഴുക്കി നമ്മെ വീണ്ടെടുത്തവനാ. ആ നാമം ഇപ്രകാരം പറഞ്ഞു, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കെ. വിശുദ്ധിയോടുകൂടെ ജീവിപ്പാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവ പൈതലിന് ദൈവിക സംരക്ഷണമുണ്ട്. ദൈവത്തിനെതിരെ, മോശയ്ക്കെതിരെ ദോഷവാക്കുകൾ ഉരുവിട്ടതായ മാതാപിതാക്കളിൽ നിന്ന് ഓടിയാഗപീഠത്തിൽ അഭയം പ്രാപിച്ച കോരഹിന്റെ പുത്രന്മാർ പറയുകയാണ്, ദൈവം എന്റെ സങ്കേതമാണ്. ഹല്ലേലൂയ. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. നിന്റെ ജീവിതത്തിൽ കഷ്ടത വരുമ്പോൾ മാറി നിൽക്കുന്ന ദൈവമല്ല, നിനക്ക് തുണയായി നിന്റെ അടുക്കൽ വന്ന് നിന്നെ ആശ്വസിപ്പിക്കുന്ന വേറെ ഒരു ദൈവം ഈ ഉലകത്തിൽ ഇല്ലവേ ഇല്ല. ആ ദൈവത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഈ വചനത്തോട് ചേർന്ന് ജീവിപ്പാൻ കൃപ നൽകും. തന്മക്കളെ അനുഗ്രഹിക്കും. കേൾവിക്കാരെ നാഥനോട് ചേർന്ന് നിൽപ്പാൻ പ്രാപ്തരാക്കും. മഹത്വം അങ്ങയ്ക്ക് ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.